നമസ്കാരം. ഇന്ന് നമ്മൾ മനുഷ്യ ശരീരത്തിലെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും അവിശ്വസനീയമായ ഒരു പ്രക്രിയയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ബീജസങ്കലനം. അതെ, ഒരു പുതിയ ജീവൻ എങ്ങനെയാണ് തുടങ്ങുന്നത് എന്നതിനെപ്പറ്റി. നമ്മുടെ കയ്യിലുള്ളത് ബേസിക്സ് ഓഫ് fertilization.pdf എന്നൊരു രേഖയാണ്. അപ്പോൾ ഇതിലെ വിവരങ്ങൾ വെച്ച് നമുക്ക് ഈ ഒരു അത്ഭുത പ്രക്രിയയുടെ ഉള്ളിലേക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം അല്ലേ? തീർച്ചയായും. അപ്പോൾ ലളിതമായി പറഞ്ഞാൽ ഒരു പുരുഷബീജം പിന്നെ സ്ത്രീയുടെ അണ്ഡം ഇത് രണ്ടും കൂടെ ഒന്നായി ചേർന്ന് ഒരു സിക്താണ്ഡം സൈഗോട്ട് എന്ന് പറയും അല്ലേ? അതെ, സൈഗോട്ട് അതാണ് തുടക്കം. അതുണ്ടാകുന്ന ആ ഒരു നിമിഷം ഇതിനു പിന്നിലുള്ള കാര്യങ്ങൾ ശരിക്കും സങ്കീർണമാണ്. അത് നമുക്ക് ലളിതമായി മനസ്സിലാക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ശരിയാണ്. എവിടെയാണ് ഇത് സാധാരണയായി നടക്കുന്നത്? ഇത് സാധാരണയായി നടക്കുന്നത് സ്ത്രീയുടെ അണ്ഡവാഹിനിക്കുഴലിലെ യൂട്രൈൻ ട്യൂബ്, അതിലെ ആംപ്യൂള എന്ന ഭാഗത്താണ്. ആംപ്യൂള. അത് അണ്ഡാശയത്തോട് കുറച്ചടുത്തുള്ള കുറച്ചുകൂടി വീതിയുള്ള ഒരു ഭാഗമാണ്. ഓക്കേ. അണ്ഡം പുറത്തു വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 24 മണിക്കൂറിനുള്ളിൽ ബീജവുമായി അവിടെ വെച്ച് കണ്ടുമുട്ടണം. 24 മണിക്കൂറിനുള്ളിൽ? അതെ, അതിനുശേഷമായാൽ സാധ്യത കുറയും. ഈ ബീജസങ്കലനം പൂർത്തിയാകാൻ ഏകദേശം ഒരു ദിവസം മുഴുവനെടുക്കും. ഒരു ദിവസം? അപ്പോ ഈ ബീജത്തിനും അണ്ഡത്തിനും ഈ ഒരു കൂടിച്ചേരലിന് മുമ്പ് ഒരുപാട് തയ്യാറെടുപ്പുകൾ വേണമല്ലോ അല്ലേ? ഒരുപാട്. വെറുതെ അങ്ങ് ഒന്നിക്കാൻ പറ്റില്ല. അതെ. രണ്ടും ശരിക്ക് പാകപ്പെടണം. മാച്ചുറേഷൻ എന്ന് പറയും. ഓക്കേ. അപ്പോ നമുക്ക് ആദ്യം പുരുഷബീജത്തിന്റെ കാര്യം നോക്കാം. ബീജോത്പാദനം, സ്പെർമാറ്റോജെനസിസ് എന്ന് പറയും. ഇത് യൗവനം തൊട്ടു തുടങ്ങുന്ന ഒരു പ്രക്രിയയാണ്. പക്ഷേ ഒരു ബീജം പൂർണ്ണ വളർച്ചയെത്താൻ ഏകദേശം 64 തൊട്ട് 74 ദിവസം വരെ എടുക്കും. അതെ, ഏകദേശം 2.5 മാസം. അത്രയും സമയം വേണം. എവിടെയാണത് നടക്കുന്നത്? ഇത് വൃഷണങ്ങൾക്കുള്ളിൽ ടെസ്റ്റിസ്, അതിനകത്ത് സെമിനിഫെറസ് ട്യൂബ്യൂൾസ് എന്ന ചെറിയ കുഴലുകളുണ്ട്. അവിടെയാണ്. ഓക്കേ. അവിടെ സ്പെർമാറ്റോഗോണിയ എന്ന ബേസിക് സെൽസിൽ നിന്നാണ് തുടക്കം. അത് പിന്നെ വിഭജിച്ച് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്സ് ആകും. ഈ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് വീണ്ടും വിഭജിക്കുമോ? അവിടെയാണ് മിയോസിസ് നടക്കുന്നത്. ഒരു പ്രത്യേകതരം വിഭജനം. അതായത് ക്രോമോസോമിന്റെ എണ്ണം പകുതിയാകുന്നതല്ലേ? അതെ. ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് വിഭജിച്ച് 2 എണ്ണം, പിന്നെ അത് വീണ്ടും വിഭജിച്ച് മൊത്തം 4 സ്പെർമാറ്റിഡുകൾ ഉണ്ടാകും. 4 എണ്ണം. ഒരു രസമെന്താന്ന് വെച്ചാല് ഈ കോശങ്ങളൊക്കെ വിഭജിക്കുമ്പോഴും അവ പൂർണ്ണമായിട്ട് വേർപിരിയുന്നില്ല. ഒരു സൈറ്റോപ്ലാസ്മിക് ബ്രിഡ്ജ് വെച്ച് കണക്റ്റഡ് ആയിരിക്കും. ഓഹോ, ഒരു ടീം വർക്ക് പോലെ. ഏകദേശം അങ്ങനെ. ഒരുമിച്ചാണ് വളർച്ച വരണം. അതാണോ അടുത്ത ഘട്ടം? അതെ, സ്പെർമിയോജെനസിസ് എന്ന് പറയും. ഈ ഉരുണ്ട സ്പെർമാറ്റിഡ് നീണ്ട വാലൊക്കെയുള്ള ചലിക്കാൻ പറ്റുന്ന ബീജമായി സ്പെർമാറ്റോസോവ മാറുന്ന പ്രക്രിയ. എന്തൊക്കെ മാറ്റങ്ങളാണ് പ്രധാനമായും നടക്കുന്നത്? 4 പ്രധാന കാര്യങ്ങൾ. ഒന്ന്, തലപ്പത്തൊരു തൊപ്പി പോലെ അക്രോസോം ഉണ്ടാകും. അക്രോസോം. അതിനകത്താണ് അണ്ഡത്തിന്റെ പുറത്തുള്ള കവചം തുളയ്ക്കാനുള്ള എൻസൈമുകളുള്ളത്. ഹൈലുറോണിഡേസ്, അക്രോസിൻ, അങ്ങനെയുള്ള എൻസൈമുകൾ. അതൊരു താക്കോല് പോലെയാണല്ലേ? അതെ, പറയാം. പിന്നെ രണ്ടാമതായി ന്യൂക്ലിയസ് കൂടുതൽ ദൃഢമാകും. അതിന്റെ ഷേപ്പ് മാറും. മൂന്നാമത് ഈ ചലിക്കാനായിട്ടുള്ള കഴുത്ത്, നടുഭാഗം, വാലൊക്കെ ഉണ്ടാകും. നടുഭാഗത്ത് മൈറ്റോകോൺട്രിയയുണ്ടാകും, ഊർജം കിട്ടാൻ. ATP. അതെ, വാൽ നീന്താനും. നാലാമതായി അധികമുള്ള സൈറ്റോപ്ലാസമൊക്കെ ഒഴിവാക്കും. ഓക്കെ. അപ്പോ ഇത്രയൊക്കെ കഴിഞ്ഞാണ് ഒരു ബീജമുണ്ടാകുന്നത്. അതെ. ഈ ബീജം വൃഷണത്തിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഉടനെ നീന്തി അണ്ഡത്തിനടുത്തേക്ക് പോകാൻ പറ്റുമോ? ഇല്ല, അവിടെയുമുണ്ട് കടമ്പകൾ. വൃഷണത്തിൽ നിന്നിറങ്ങുമ്പോൾ അതിന് വലിയ ചലനശേഷി കാണില്ല. ഓഹോ. എപ്പിഡിഡമിസ് എന്നൊരു ഭാഗമുണ്ട്. അവിടെ എത്തുമ്പോഴാണ് അവയ്ക്ക് ഫുൾ മൊട്ടിലിറ്റി കിട്ടുന്നത്. അവിടെയാണ് സ്റ്റോർ ചെയ്യുന്നതും. അവിടെ നിന്നാണ് സ്ഖലനം നടക്കുമ്പോൾ പുറത്തുവരുന്നത്. അതെ, ലക്ഷക്കണക്കിന് എണ്ണം വരും. പക്ഷേ സ്ത്രീയുടെ പ്രത്യുൽപാദന വ്യവസ്ഥയിലെത്തി അണ്ഡവാഹിനി കുഴൽ വരെ എത്തുന്നത് ശരിക്കും പറഞ്ഞാൽ 1% മാത്രം. ലക്ഷക്കണക്കിന് എണ്ണത്തിൽ നിന്ന് 1%? ബാക്കിയൊക്കെ വഴിയിൽ നഷ്ടപ്പെടുമോ? ഒരുപാട് നഷ്ടപ്പെടും, പല കാരണങ്ങൾ കൊണ്ട്. ശരി. അപ്പോ ഈ 1% അവിടെ എത്തിയാൽ ഉടനെ ബീജസങ്കലനം നടക്കുമോ? ഇല്ല, അവിടെയാണ് അടുത്ത ട്വിസ്റ്റ്. ഇനിയും ഉണ്ടോ? ഉണ്ട്. സ്ത്രീയുടെ ശരീരത്തിലെത്തിയാലും ബീജത്തിന് നേരിട്ട് പോയി അണ്ഡവുമായിട്ട് ചേരാൻ പറ്റില്ല. അതിന് 2 മാറ്റങ്ങൾ കൂടി വരണം. എന്തൊക്കെയാണത്? ഒന്ന്, കപ്പാസിറ്റേഷൻ. പിന്നെ അക്രോസോം റിയാക്ഷൻ.
ബീജത്തിന്റെ തലയിലുള്ള അക്രോസോമിനെ മൂടുന്ന ചില പ്രോട്ടീൻ കവചങ്ങളുണ്ട്. അതൊക്കെ അവിടെ വെച്ച് നീക്കം ചെയ്യപ്പെടും. എന്തിന്? എന്നാലേ ബീജത്തിന് കൂടുതൽ ആക്റ്റീവ് ആകാൻ പറ്റൂ. അതിന്റെ ചലനം കൂടും, ഹൈപ്പർ ആക്ടിവേറ്റഡ് ആകും. പിന്നെ അക്രോസോം റിയാക്ഷൻ നടക്കാനും ഇത് വേണം. ഓക്കെ. അപ്പോ കപ്പാസിറ്റേഷൻ കഴിഞ്ഞാലേ അണ്ടത്തിന്റെ അടുത്തേക്ക് ശരിക്കും എത്താൻ പറ്റുള്ളൂ. അതെ, ആ കൊറോണ റേഡിയേറ്റ് എന്ന ആദ്യത്തെ തടസ്സം മറികടക്കാൻ കപ്പാസിറ്റേഷൻ വേണം. ശരി, അപ്പോ കപ്പാസിറ്റേഷൻ കഴിഞ്ഞു. അടുത്തത് അക്രോസോം റിയാക്ഷൻ. അതെപ്പോഴാണ് നടക്കുക? ബീജം അണ്ടത്തിന്റെ പുറത്തുള്ള ആ കട്ടിയുള്ള പാളിയില്ലേ, സോണ പെല്ലുസിഡ, അവിടെ എത്തുമ്പോൾ അവിടെ ZP3 എന്നൊരു പ്രോട്ടീനുണ്ട്. അതുമായിട്ട് ബീജം കൂടിച്ചേരുമ്പോൾ അതൊരു സിഗ്നല് പോലെയാണ്. ഓക്കെ. അപ്പോ അക്രോസോമിന്റെ പുറത്ത് ചെറിയ തുളകൾ വീണ് അതിനകത്തുള്ള എൻസൈം, പ്രധാനമായും അക്രോസിൻ, പുറത്തേക്ക് വരും. ഈ എൻസൈം എന്ത് ചെയ്യും? അതാണ് സോണ പെല്ലുസിഡയെ ദഹിപ്പിക്കുന്നത്. ഒരു വഴിയുണ്ടാക്കും. അങ്ങനെ ബീജത്തിന് അകത്തേക്ക് കടക്കാൻ പറ്റും. കൊള്ളാം. അപ്പോ ബീജത്തിന്റെ കാര്യം ഏകദേശം വ്യക്തമായി. ഇനി അണ്ടത്തിന്റെ രൂപീകരണം, ഊജെനിസിസ്, അത് ബീജമുണ്ടാകുന്നതുപോലെ അല്ല എന്ന് കേട്ടിട്ടുണ്ട്. ഒട്ടുമല്ല, വളരെ വ്യത്യാസമുണ്ട്. സ്ത്രീകളിൽ ഇത് തുടങ്ങുന്നത് അവർ ജനിക്കുന്നതിന് മുൻപാണ്. ജനിക്കുന്നതിന് മുൻപോ? അതെ, ഭ്രൂണാവസ്ഥയിൽ തന്നെ. പ്രൈമോർഡിയൽ ജേം സെൽസ് വിഭജിച്ച് ഊഗോണിയ ആകും. അത് പിന്നെ പ്രൈമറി ഊസൈറ്റ് ആകും. ശരി. എന്നിട്ട് ഈ പ്രൈമറി ഊസൈറ്റുകൾ മിയോസിസ് വിഭജനം തുടങ്ങും. പക്ഷേ അതിന്റെ ആദ്യഘട്ടത്തിൽ പ്രോഫേസ് 1ൽ വെച്ച വിഭജനമങ്ങ് നിർത്തും. അറസ്റ്റഡ് സ്റ്റേറ്റ് എന്ന് പറയും. നിർത്തിവെക്കുമോ? എന്തിന്? അതൊരു വലിയൊരു മെക്കാനിസമാണ്. ഈ നിർത്തിവച്ച അവസ്ഥയിൽ പെൺകുട്ടി ജനിക്കും. എന്നിട്ട് പ്രായപൂർത്തിയാകുന്നതുവരെ അതങ്ങനെ തന്നെ ഇരിക്കും. വർഷങ്ങളോളം? അതെ, ചിലപ്പോ 40-45 വർഷം വരെ. അവിശ്വസനീയം. 45 വർഷം വരെ ഒരു കോശം വിഭജനം പാതി വഴിയിൽ നിർത്തിവെച്ചിരിക്കുന്നു. ഇതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സാധ്യതയുണ്ട്. ഇത്രയും കാലം ഒരേ അവസ്ഥയിലിരിക്കുമ്പോൾ ക്രോമസോമുകൾക്ക് ഡാമേജ് വരാനുള്ള സാധ്യത കൂടാം. ഓഹോ. അതുകൊണ്ടാണ് പ്രായം കൂടുമ്പോൾ അമ്മമാർക്ക് ജനിക്കുന്ന കുട്ടികളിൽ ക്രോമസോം പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത അല്പം കൂടുന്നത് എന്ന് കരുതുന്നത്. ശരിയാണ്. അപ്പോ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം? ഓരോ മാസവും ആർത്തോൾ ചക്രത്തിന്റെ ഭാഗമായിട്ട് ഏകദേശം ഒരു 15-20 പ്രൈമറി ഊസൈറ്റുകൾ വീണ്ടും വളർച്ച തുടങ്ങും, FSH എന്ന ഹോർമോണിന്റെ സഹായത്തോടെ. 15-20 എണ്ണം? അതെ. അവയ്ക്ക് ചുറ്റുമുള്ള ഫോളിക്കിൾ കോശങ്ങളും വളരും. പ്രൈമറി ഫോളിക്കിൾ, സെക്കൻഡറി ഫോളിക്കിൾ, അവസാനം ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന പൂർണ്ണ വളർച്ചയെത്തിയ അവസ്ഥയിലെത്തും. പക്ഷെ സാധാരണ ഒരെണ്ണമേ പൂർണ്ണ വളർച്ചയെത്തൂ എന്നല്ലേ? അതെ, സാധാരണഗതിയിൽ ഒരെണ്ണമേ മാച്യൂറാവൂ, ബാക്കിയുള്ളവ നശിച്ചുപോകും. ഈ ഫോളിക്കിൾ വളരുമ്പോ അണ്ടത്തിന് ചുറ്റും മാറ്റങ്ങൾ വരുമോ? സോണ പെല്ലുസിഡൊക്കെ വരും. പ്രൈമറി ഫോളിക്കിൾ സ്റ്റേജിൽ തന്നെ അണ്ടത്തിനു ചുറ്റുമുള്ള ഗ്രാനുലോസ കോശങ്ങൾക്കിടയിൽ സോണ പെല്ലുസിഡ എന്നൊരു പാളിയുണ്ടാകും. ഗ്ലൈക്കോപ്രോട്ടീൻ കൊണ്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. അതിലെ ZP3 ഒക്കെയാണോ ബീജം വന്ന് ചേരുന്നത്? അതെ, ZP3 അഥവാ ZPC, ZPA, ZPB ഒക്കെ ഈ പാളിയിലുണ്ട്. ബീജം തിരിച്ചറിയാനും പിന്നെ ആക്രോസോം റിയാക്ഷൻ നടക്കാനുമൊക്കെ ഇത് പ്രധാനമാണ്. ശരി. അപ്പോ ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ ഉണ്ടായി. ഇനി അണ്ടോത്സർജനം, ഓവ്യുലേഷൻ, അതിന് തൊട്ടുമുമ്പ് നിർത്തിവെച്ച വിഭജനം. ആർത്തവചക്രത്തിന്റെ പകുതിയോടെ LH, FSH ഹോർമോണുകളുടെ അളവ് പെട്ടെന്ന് കൂടും. ഒരു സർജ് ഉണ്ടാകും. ഹോർമോൺ കുതിപ്പ്. അതെ, ഈ ഹോർമോൺ കുതിപ്പാണ് ആ പ്രൈമറി ഊസൈറ്റിനോട് വർഷങ്ങളായി നിർത്തിവെച്ച മിയോസിസ് 1 പൂർത്തിയാക്കാൻ പറയുന്നത്. ഓ, അപ്പോ അത് പൂർത്തിയാക്കുവോ? പൂർത്തിയാക്കും. അപ്പോ ഒരു വലിയ സെക്കൻഡറി ഊസൈറ്റും ഒരു ചെറിയ ഒന്നാം പോളാർ ബോഡിയും ഉണ്ടാകും. ശരി. എന്നിട്ട് ഈ സെക്കൻഡറി ഊസൈറ്റ് ഉടനെ അടുത്ത വിഭജനം മിയോസിസ് 2 തുടങ്ങും. പക്ഷേ വീണ്ടും നിർത്തുവോ? അതെ, മെറ്റാഫേസ് 2 എന്ന ഘട്ടത്തിൽ വീണ്ടും നിർത്തും. ഇത് എപ്പോഴാണ് പൂർത്തിയാവുക? ബീജം വന്ന് ഈ സെക്കൻഡറി ഊസൈറ്റുമായി ചേർന്നാൽ മാത്രം. അതായത് ബീജസങ്കലനം നടന്നാലേ അണ്ഡം പൂർണ്ണമായി രൂപപ്പെടൂ. അതെ, ബീജസങ്കലനം നടന്നാൽ മിയോസിസ് 2 പൂർത്തിയാക്കി ഒരു മെച്യൂർ ഓവം അഥവാ ഡെഫിനിറ്റീവ് ഊസൈറ്റും ഒരു രണ്ടാം പോളാർ ബോഡിയും ഉണ്ടാകും. എന്തൊരു കൃത്യമായ ടൈമിംഗ്! അപ്പോ അണ്ടോത്സർജന സമയത്ത് പുറത്തുവരുന്നത് ഈ മിയോസിസ് 2 പകുതിയായ സെക്കൻഡറി യൂസൈറ്റാണ്. അതെ, ആ LH സർജ് തന്നെയാണ് ഫോളിക്കിൾ പൊട്ടിച്ച് ഈ സെക്കൻഡറി ഊസൈറ്റിനെ പുറത്തിറക്കുന്നതും. കൂടെ എന്തൊക്കെയുണ്ടാകും? ഊസൈറ്റ്, അതിനു ചുറ്റുമുള്ള സോണ പെലൂസിഡ, പിന്നെ അതിനും പുറമെ
കൊറോണ റേഡിയേറ്റ എന്ന കുറെ കോശങ്ങളും ഉണ്ടാകും. എന്നിട്ട് അണ്ഡവാഹിനി കുഴലിന്റെ അറ്റത്തുള്ള ഫിംബ്രിയ എന്ന വിരലുകൾ പോലുള്ള ഭാഗം ഇതിനെ പിടിച്ചെടുത്ത് ആംപ്യൂളയിലേക്ക് കൊണ്ടുപോകും. അവിടെയാണ് ബീജവുമായുള്ള കണ്ടുമുട്ടൽ. അതെ, അവിടെ ബീജം വരാനായി കാത്തിരിക്കും. കൊള്ളാം. ഇപ്പൊ ചിത്രം വ്യക്തമായി. തയ്യാറെടുപ്പുകൾ കഴിഞ്ഞു. കപ്പാസിറ്റേഷൻ കഴിഞ്ഞ ബീജം റെഡി, മിയോസിസ് 2ൽ കാത്തിരിക്കുന്ന സെക്കൻഡറി ഊസൈറ്റും റെഡി. ഇനി ആ നിമിഷം ബീജസങ്കലനത്തിന്റെ ഘട്ടങ്ങൾ. പ്രധാനമായി 3 ഘട്ടങ്ങൾ. ഒന്നാമത്തേത് ഘട്ടം 1 കൊറോണ റേഡിയേറ്റയെ ഭേദിക്കൽ, പെനട്രേഷൻ ഓഫ് കൊറോണ റേഡിയേറ്റ. അണ്ഡത്തിന് ചുറ്റുമുള്ള ആദ്യത്തെ കോശങ്ങളുടെ കൂട്ടം. അതെ, കപ്പാസിറ്റേഷൻ കഴിഞ്ഞ ബീജങ്ങൾ അതിന്റെ ശക്തിയായ ചലനം കൊണ്ടും ഹൈലുറോണിഡേസ് പോലുള്ള എൻസൈം കൊണ്ടും ഈ കോശങ്ങൾക്കിടയിലൂടെ തുളച്ചുകയറും. ഒരുപാട് ബീജങ്ങള് ഇത് ചെയ്യുവോ? ഒരുപാട് എണ്ണം ശ്രമിക്കും. ചിലപ്പോൾ മറ്റുള്ളവ വഴിതെളിക്കാൻ സഹായിക്കുന്നുണ്ടാകാം. പക്ഷേ സാധാരണ ഒരെണ്ണമാണ് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നത്. ഓക്കെ, കൊറോണ റേഡിയേറ്റ കടന്നു. അടുത്തത് സോണ പെല്ലൂസിഡ. ഘട്ടം 2 സോണ പെല്ലൂസിഡയെ ഭേദിക്കൽ, പെനട്രേഷൻ ഓഫ് സോണ പെല്ലൂസിഡ. അതെ, ആ കട്ടിയുള്ള പാളി. ഇവിടെയാണ് ZP3യുടെ റോൾ വരുന്നത്. ബീജം ZP3യിൽ പിടിക്കുമ്പോൾ. അതെ, അപ്പോൾ ആക്രോസോം റിയാക്ഷൻ ശരിക്കും നടക്കും. ആക്രോസിൻ എന്ന എൻസൈം റിലീസാവും. എന്നിട്ട് എൻസൈം സോണ പെല്ലുസിഡയിൽ ഒരു വഴിയുണ്ടാക്കും. അതിനെ ദഹിപ്പിക്കും. അങ്ങനെ ബീജം അതിലൂടെ തുളഞ്ഞ് അണ്ഡത്തിന്റെ കോശസ്തരത്തിന്റെ ഊസൈറ്റ് പ്ലാസ്മ മെംബ്രെയിന്റെ അടുത്തെത്തും. ഹാവോ, അവസാനം വാതിൽക്കലെത്തി. ഇനി ഘട്ടം 3 അണ്ഡത്തിന്റെയും ബീജത്തിന്റെയും കോശസ്തരങ്ങളുടെ സംയോജനം, ഫ്യൂഷൻ ഓഫ് ഊസൈറ്റ് ആൻഡ് സ്പേം സെൽ മെംബ്രെയിൻസ്. അതെ, 2 സ്തരങ്ങളും തമ്മിൽ തിരിച്ചറിഞ്ഞ് ഒന്നിക്കുകയാണ്. അണ്ഡത്തിന്റെ സ്തരത്തിലുള്ള CD9, ബീജത്തിന്റെ സ്തരത്തിലുള്ള ഐസൂമോ പോലുള്ള പ്രോട്ടീനുകൾ ഇതിന് സഹായിക്കും. ഓക്കെ, ആ സ്തരങ്ങൾ തമ്മിൽ ചേർന്നു കഴിഞ്ഞാൽ ബീജത്തിന്റെ തലയും വാലും അണ്ഡത്തിന്റെ സൈറ്റോപ്ലാസത്തിലേക്ക് കടക്കും. തലയും വാലും. അതെ, പക്ഷേ ബീജത്തിന്റെ സ്വന്തം കോശസ്തരവും അതിന്റെ മൈറ്റോകോൺട്രിയയും പുറത്തു തന്നെ നിൽക്കും. അത് അകത്തേക്ക് കടക്കില്ല സാധാരണയായി. ഓ, അപ്പോ നമ്മുടെ കോശങ്ങളിലെ മൈറ്റോകോൺട്രിയ അമ്മയിൽ നിന്ന് മാത്രം കിട്ടുന്നതാണെന്ന് പറയുന്നത് ഇതുകൊണ്ടാണോ? അതെ, പ്രധാന കാരണം ഇതാണ്. ശരി, അപ്പോ ബീജം അണ്ഡത്തിനകത്തെത്തി. ഇനിയാണ് ശരിക്കുള്ള മാറ്റങ്ങളല്ലേ? അണ്ഡം എങ്ങനെ പ്രതികരിക്കും? ആ നിമിഷം നിർണായകമാണ്. പല കാര്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നടക്കും. ഏറ്റവും പ്രധാനം, വേറെ ബീജങ്ങൾ കയറുന്നത് തടയണം. അതെങ്ങനെ ചെയ്യും? ഒരു ബീജം കയറിയാൽ ഡോർ ലോക്ക് ചെയ്യുമോ? ഏകദേശം. കോർട്ടിക്കൽ റിയാക്ഷൻ, സോണ റിയാക്ഷൻ എന്നൊക്കെ പറയും. അതെന്താണ്? ബീജം സ്തരവുമായി ചേരുമ്പോൾ അണ്ഡത്തിനകത്തൊരു കാൽഷ്യം വേവ് ഉണ്ടാകും. പെട്ടെന്ന് കാൽസ്യത്തിന്റെ അളവ് കൂടും. ഓക്കെ. ഇത് കാരണം അണ്ഡത്തിന്റെ സ്തരത്തിനടിയിലുള്ള കോർട്ടിക്കൽ ഗ്രാന്യൂൾസ് എന്ന ചെറിയ സഞ്ചികൾ പൊട്ടി അതിലെ എൻസൈമുകൾ പുറത്തേക്ക് വരും. എന്നിട്ടോ? ഈ എൻസൈമുകൾ പോയി സോണ പെല്ലുസിഡയിലെ ZP3 പ്രോട്ടീനുകളെ മാറ്റും. അതിന്റെ ഘടന മാറ്റും. അതോടെ സോണ പെല്ലുസിഡ കട്ടിയാകും. പിന്നെ വേറൊരു ബീജത്തിനും അതിനെ തുളയ്ക്കാൻ പറ്റില്ല. കൊള്ളാം. ഇതിനെയാണോ പോളിസ്പെർമി തടയൽ, ബ്ലോക്ക് ടു പോളിസ്പെർമി എന്ന് പറയുന്നത്? അതെ, ഒന്നിൽ കൂടുതൽ ബീജം കേറിയാൽ ശരിയാവില്ല. അതുകൊണ്ട് ഇതൊരു പ്രധാനപ്പെട്ട സേഫ്റ്റി മെക്കാനിസമാണ്. ഗംഭീരം. ഈ കാൽഷ്യം വേവിന് വേറെയും റോളുണ്ടോ? ഉണ്ടല്ലോ. ഈ കാൽഷ്യം വേവ് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മെറ്റാഫേസ് 2വിൽ നിർത്തിവച്ചിരുന്ന മിയോസിസ് വിഭജനം പൂർത്തിയാക്കാൻ അണ്ഡത്തെ സഹായിക്കുന്നത്. ഓ, അപ്പൊ ബീജം കേറിയാൽ ഉടനെ അണ്ഡം അതിന്റെ വിഭജനം പൂർത്തിയാക്കും. അതെ, അങ്ങനെ ഒരു പൂർണ്ണ അണ്ഡവും ഡിഫിനിറ്റീവ് ഓസൈറ്റ് 2ാം പോളാർ ബോഡിയും ഉണ്ടാകും. എന്നിട്ട് ഈ അണ്ഡത്തിന്റെ ന്യൂക്ലിയസും അകത്ത് കേറിയ ബീജത്തിന്റെ ന്യൂക്ലിയസും എന്ത് ചെയ്യും? അണ്ഡത്തിന്റെ ന്യൂക്ലിയസ് അപ്പോൾ ഫീമെയിൽ പ്രോന്യൂക്ലിയസ് ആകും. ഉള്ളിൽ കയറിയ ബീജത്തിന്റെ തലയിലെ ന്യൂക്ലിയസ് വലുതായി മെയിൽ പ്രോന്യൂക്ലിയസ് ആകും. രണ്ടും പ്രോ ന്യൂക്ലിയസ് ആയി. അതെ, രണ്ടിലും പകുതി ക്രോമസോമുകളാണുള്ളത്. ഹാപ്ലോയിഡ്. ബീജത്തിന്റെ വാൽ ഇതിനിടയിൽ നശിച്ചുപോകും. ഇവ തമ്മിൽ കൂടിച്ചേരുമോ? അതിനു തൊട്ടുമുൻപ് ഈ 2 പ്രോന്യൂക്ലിയസും അവരവരുടെ DNA ഇരട്ടിപ്പിക്കും. DNA റെപ്ലിക്കേഷൻ. ഓക്കെ. അതിനുശേഷം ഈ 2 പ്രോന്യൂക്ലിയസും അണ്ഡത്തിന്റെ നടുവിലേക്ക് വരും. അവയുടെ പുറത്തുള്ള ആവരണം അപ്രത്യക്ഷമാകും. അമ്മയുടെയും അച്ഛന്റെയും ക്രോമസോമുകൾ ഒരുമിച്ചു ചേരും. സിൻഗമി എന്ന് പറയാം. ഇതോടെയാണോ ബീജസങ്കലനം പൂർത്തിയായത്? അതെ,
ഈ ക്രോമസോമുകളെല്ലാം ഒരുമിച്ചു ചേർന്ന് ആദ്യത്തെ കോശവിഭജനത്തിന് മൈറ്റോസിസിന് തയ്യാറെടുക്കുന്ന ആ ഒരൊറ്റ കോശം, അതാണ് സിക്താണ്ഡം അഥവാ സൈഗോട്ട്. സൈഗോട്ട്. അതിലിപ്പോ പൂർണ്ണ എണ്ണം ക്രോമസോമുകളുണ്ട്, 46 എണ്ണം. അതെ, ഡിപ്ലോയിഡ് അവസ്ഥയിലേക്ക് തിരികെ എത്തി. അതോടൊപ്പം അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും വ്യത്യസ്തമായ പുതിയൊരു ജനിതക കോമ്പിനേഷനും. എന്നിട്ട് ഈ സൈഗോട്ട് വിഭജിക്കാൻ തുടങ്ങും, അല്ലേ? അതെ, ഭ്രൂണ വളർച്ചയുടെ ആദ്യഘട്ടം ക്ലീവേജ് അതോടെ ആരംഭിക്കുകയായി. കൊള്ളാം. അപ്പോ ഈ നടന്ന ബീജസങ്കലന പ്രക്രിയയുടെ പ്രധാന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് ചുരുക്കി പറയാമോ? പറയാം. 3 പ്രധാന ഫലങ്ങൾ. 1. ഡിപ്ലോയിഡ് ക്രോമസോം സംഖ്യ പുനഃസ്ഥാപിച്ചു. ഹാപ്ലോയിഡ് ആയിരുന്ന ഗാമീറ്റ്സ് ചേർന്ന് ഡിപ്ലോയിഡ് സൈഗോട്ടുണ്ടായി. ഇത് തലമുറകളിലൂടെ ക്രോമസോം നമ്പർ നിലനിർത്തുന്നു. 2. ലിംഗനിർണയം നടന്നു. സെക്സ് ഡിറ്റർമിനേഷൻ. അത് ബീജസങ്കലന സമയത്താണ് തീരുമാനിക്കുന്നത്. അതെ, ബീജത്തിൽ എക്സ് ക്രോമസോം ആണെങ്കിൽ പെൺകുഞ്ഞ് XX, Y ആണെങ്കിൽ ആൺകുഞ്ഞ് XY. അണ്ഡത്തിൽ എപ്പോഴും X ആണല്ലോ. ശരിയാണ്. അപ്പോ ലിംഗനിർണയത്തിൽ പങ്കുവഹിക്കുന്നത് ബീജമാണ്. അതെ. 3ാമത്തെ ഫലം. 3. വിഭജനത്തിന്റെ തുടക്കം. ഇനിഷ്യേഷൻ ഓഫ് ക്ലീവേജ്. ബീജം കയറുന്നത് അണ്ഡത്തിലെ മെറ്റബോളിസം കൂട്ടി സൈഗോട്ട് വിഭജിച്ച് ഒരു ഭ്രൂണമായി വളരാൻ തുടങ്ങുന്നു. ബീജസങ്കലനം നടന്നില്ലെങ്കിൽ അണ്ഡം നശിച്ചുപോകുമെന്നും പറഞ്ഞല്ലോ. അതെ, ഏകദേശം 24 മണിക്കൂറിനുള്ളിൽ അത് നശിക്കും. അതുകൊണ്ടൊരു പുതിയ ജീവൻ ഉണ്ടാകണമെങ്കിൽ ഈ കൂടിച്ചേരൽ അത്യാവശ്യമാണ്. ശരിക്കും അത്ഭുതം തന്നെ. ബീജവും അണ്ഡവും ഉണ്ടാകുന്നത് മുതൽ അവ ഒന്നിക്കുന്നത് വരെയുള്ള ഓരോ ഘട്ടവും എത്ര കൃത്യമായാണ് നടക്കുന്നത്. ഒരുപാട് തന്മാത്രാപരമായ ഇടപെടലുകൾ, സിഗ്നലുകൾ. അതെ, അത്രയും സൂക്ഷ്മമായ ഏകോപനം. ഇതാണ് ഓരോ മനുഷ്യജീവന്റെയും തുടക്കം, നമ്മൾ ഓരോരുത്തരുടെയും ആദ്യ നിമിഷങ്ങൾ. തീർച്ചയായും. ഇത് കേട്ടപ്പോൾ ഞാനൊന്ന് ആലോചിച്ചുപോയി. ഇത്രയധികം കടമ്പകൾ, ലക്ഷക്കണക്കിന് ബീജങ്ങളിൽ ഒരെണ്ണം മാത്രം എത്തുന്നു. ഇത്ര കൃത്യമായ സമയം പാലിക്കണം. എന്നിട്ടും ഈ പ്രക്രിയ മിക്കപ്പോഴും വിജയകരമായി നടക്കുന്നു എന്നത് തന്നെ ഒരത്ഭുതമല്ലേ? അതെ, തീർച്ചയായും. നമ്മളിപ്പോ പറഞ്ഞ ഈ ബയോളജിക്കൽ കാര്യങ്ങൾക്കപ്പുറം ഒരു വ്യക്തിയുടെ ജീവിതശൈലി, ആരോഗ്യം അല്ലെങ്കിൽ മറ്റു പാരിസ്ഥിതിക ഘടകങ്ങളൊക്കെ ഈ വിജയസാധ്യതയെ എങ്ങനെ ബാധിക്കാമെന്നത് അതൊരു പക്ഷേ വേറെ ചിന്തിക്കേണ്ട വിഷയമായിരിക്കും. തീർച്ചയായും, അതും പ്രധാനമാണ്. എന്തായാലും ബീജസങ്കലനം എന്ന ഈ ഒരു അത്ഭുത ലോകത്തേക്കൊരു യാത്ര നടത്താൻ ഞങ്ങളോടൊപ്പം കൂടിയതിന് വളരെ നന്ദി.